ഹായ് എവരിവൺ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കൗൺസിലിംഗ് സ്റ്റോറി. ഈ ഒരു സ്റ്റോറിയിലെ എക്സ്പീരിയൻസ് മിക്ക സ്ത്രീകളും അനുഭവിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏകദേശം ഒട്ടുമിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി സ്ത്രീകളിലാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് കൗൺസിലിംഗ് സ്റ്റോറിയിലേക്ക് കടക്കാം. ഞാൻ കാർത്തിക, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ ആൻഡ് സൈക്കോളജിക്കൽ കൗൺസിലർ. ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നു കേട്ടോ. രണ്ടുപേരും 40-ന് മുകളിൽ പ്രായമുള്ളവരാണ്. ഹസ്ബൻഡ് നല്ലൊരു മെലിഞ്ഞ് ഒട്ടിയിരിക്കുന്ന ഒരു ദേഹപ്രകൃതി, വൈഫ് നല്ല വണ്ണമൊക്കെ വെച്ച് അങ്ങനെ ഒരു ദേഹപ്രകൃതിയാണ് രണ്ടുപേരുടെയും. കാഴ്ചയിൽ തന്നെ രണ്ടുപേരും മൂഡ് ഓഫ് ആണ്, നല്ല മൂഡ് ഓഫ് ആയിട്ടാണ് രണ്ടുപേരും വരുന്ന. ഒരു ചിരിയൊന്നും ഇല്ല രണ്ടാൾക്കാരുടെ മുഖത്ത്. അപ്പം ഞാൻ ആദ്യം കരുതിയത് ഇവർ തമ്മിൽ എന്തെങ്കിലും വഴക്കോ, സാധാരണ കൂടുതലും കേസുകൾ എൻ്റെ അടുത്ത് വരുന്നത് അങ്ങനെയാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കൊക്കെ ആയിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ ഇതും അങ്ങനെ ഒരു കേസായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ ഇരുന്നത്. അപ്പം അവർ രണ്ടുപേരും എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ അവരോട് ഇരിക്കാൻ പറഞ്ഞു. ബേസിക് കാര്യങ്ങളൊക്കെ, പേരും വീടും സ്ഥലവും ഒക്കെ ചോദിച്ചറിഞ്ഞു. അങ്ങനെയെല്ലാം ചോദിച്ചിറങ്ങിയിട്ട് ഞാൻ ചോദിച്ചു, ശരി നമുക്കിനി പ്രശ്നത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ പ്രശ്നം എന്തായാലും എന്നോട് ഓപ്പണായിട്ട് പറയണം. നിങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞാൽ മാത്രമേ എനിക്ക് അതിനോട് സൊല്യൂഷൻ, കറക്റ്റ് പരിഹാരം എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഓപ്പണായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം ഭാര്യ ഒന്നും മിണ്ടുന്നില്ല. ഭാര്യ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഹസ്ബൻഡാണ് തുടങ്ങിയത്. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, മാഡം ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ദേഹം മുഴുവൻ വേദനയാണ്. ഈ വേദന എന്ന് പറഞ്ഞാൽ ഒരു 4-5 വർഷമായി തുടങ്ങിയിട്ട്. അതായത് കൈവേദന, വയറുവേദന, തലവേദന, എപ്പോഴും വേദന. അപ്പം ഞാൻ ഇവളോട് പറയും, എടി 40 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, അപ്പം അതിൻ്റെതായ വേദനകളൊക്കെ ശരീരത്തിൽ വരും. പക്ഷെ ഇവൾ എപ്പോഴും പറയുന്ന കണ്ട് എനിക്കും ഒരു പേടി, ഇതെന്താ ഇങ്ങനെ വേദന? ഇത് 4-5 വർഷമായി മാഡം. ആദ്യം ഇവള് എപ്പോഴും തലവേദന പറയുമായിരുന്നു. ഞങ്ങളൊരു ഡോക്ടറിനെയൊക്കെ കൊണ്ട് കാണിച്ച് മരുന്നൊക്കെ മേടിച്ചു, എന്നിട്ടും ഇവൾക്ക് തലവേദന മാറുന്നില്ല. പിന്നീടും ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു, മൈഗ്രെയിൻ ആണെന്ന് ഓർത്ത് മൈഗ്രെയിനിന്റെ മരുന്നൊക്കെ കഴിച്ചു, എന്നിട്ടും ഇവൾക്ക് കുറയുന്നില്ല. അങ്ങനെ തലവേദന കൊണ്ട് ഇവള് കുറേ നാൾ നടന്നു. അതിനുശേഷം ഇവൾക്ക് പിന്നെ വയറുവേദന, എപ്പോഴും വയറുവേദന, ഇരിക്കാൻ മേല, കിടക്കാൻ മേല. ജോലി ചെയ്ത് ഒരു സമയമാകുമ്പോൾ ഇവൾക്ക് വയറുവേദന ഭയങ്കര കൂടുന്നു. അങ്ങനെ വയറുവേദന കാണിക്കാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ഉള്ള ചെക്കപ്പ് എല്ലാം നടത്തി. വയറിൻ്റെ ഒക്കെ ഒരു വേദന പറയുമ്പോൾ അറിയാലോ, ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒക്കെ അടുത്ത് പോയാൽ അവർ എല്ലാ ചെക്കപ്പും നടത്തും, സ്കാൻ ചെയ്യും, അങ്ങനെ പല യൂട്രസ് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയേ. അപ്പം അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റും നടത്തിയിട്ടും ഇവൾക്ക് ഒരു കുഴപ്പമില്ല. ഈ വരുന്ന റിസൾട്ട് എല്ലാം നെഗറ്റീവാണ്. കൂടാതെ ഇവള് കാല് വേദന, നിന്ന നിപ്പിൽ ഇവൾക്ക് കാല് അനക്കാൻ പറ്റാതെ വരിക, ഇങ്ങനെയെല്ലാം ഇവള് അനുഭവിക്കുന്നുണ്ട്. ഒരു ദിവസം വീട്ടിലെ തുണി അലക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവളെന്നെ വിളിച്ചു, ചേട്ടാ ഒന്ന് ഓടി വന്ന് എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ലെന്ന്. ഞാൻ ചെന്നപ്പം കയ്യിൽ തുണിയായിട്ട് അവളിങ്ങനെ നിൽക്കുക, അവൾക്ക് കൈ അനക്കാൻ പറ്റത്തില്ല. ഞാൻ പതിയെ ആ തുണി എടുത്ത് കല്ലിലേക്ക് ഇട്ടു, അവളെ പിടിച്ച് അകത്തിരുത്തി ആ കൈ ഞാൻ കുറേ നേരം തിരുമ്മിക്കൊണ്ടിരുന്നു. എന്നിട്ടും അവൾക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല. ഇത് ഞങ്ങൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവർ കൈയുടെ എല്ലാം സ്കാനിങ്ങും ഒക്കെ നോക്കി MRI വരെ എടുത്തു. എന്നിട്ടും ഇവൾക്ക് പറയത്തക്ക ഒരു പ്രശ്നവും ഇല്ല. ഇതാണ് ഹസ്ബൻഡ് എന്നോട് പറയുന്നത്. അവർ ശരിക്കും പറഞ്ഞ് എടുക്കാത്ത ചെക്കപ്പില്ല, എല്ലാ ചെക്കപ്പും. ഇപ്പം നമുക്കൊക്കെ അറിയാം, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറി ചെന്നാൽ, എന്തെങ്കിലും ഒരു അസുഖം എന്ന് പറഞ്ഞ് കയറി ചെന്നാൽ ബ്ലഡ് ടെസ്റ്റ് തുടങ്ങി MRI സ്കാൻ വരെ എടുക്കുന്ന ഹോസ്പിറ്റലാണ് ഇന്ന് കേരളത്തിൽ ഉള്ള മിക്ക ഹോസ്പിറ്റലുകളും. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇവരിങ്ങനെ ചെല്ലുമ്പം ആ ഡോക്ടർമാർ വെറുതെ വിടുമോ? അവർക്ക് കറക്റ്റായ കാരണം അറിയാനും ഈ ചെക്കപ്പ് എല്ലാം നടത്തണം. അങ്ങനെ ഹസ്ബൻഡ് എന്നോട് ഇടയ്ക്കൊരു കംപ്ലൈൻറ്റ് പോലെ പറയാം, മാഡത്തിന് അറിയാവോ ഇവള് എടുക്കാത്ത ചെക്കപ്പില്ല, എല്ലാത്തിനും ഞാനും കൂടെ പോവുക. എനിക്കാണെങ്കിൽ സമാധാനമില്ല, ഇവൾക്ക് എന്താ പറ്റിയെന്ന് ഓർത്തിട്ട് എനിക്ക് സമാധാനവും ഇല്ല. ഇത് ഞങ്ങൾ എല്ലാ ഡോക്ടേഴ്സിനെയും കണ്ടു. അവസാനം ഞങ്ങളോടൊരു ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ സൈക്യാട്രിസ്റ്റിനെ ഒന്ന് കാണുക, സൈക്യാട്രിസ്റ്റിനെ കൂടെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ടു. സൈക്യാട്രിസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു നല്ല കൗൺസിലിംഗ് മതി എന്ന് പറഞ്ഞിട്ടാണ് മാഡത്തിൻ്റെ അടുത്തേക്ക് വന്നത് എന്നാണ് ഹസ്ബൻഡ് എന്നോട് പറയുന്നത് കേട്ടോ. അവരുടെ ഹസ്ബൻഡ് എന്നോട് പറയുന്നത്. അപ്പം ശരിക്കും ഒരു കൗൺസിലിങ്ങിനാണ് അവർ വന്നിരിക്കുന്നത്. ഞാൻ അവരുടെ റിപ്പോർട്ടൊക്കെ ഒന്ന് നോക്കി കേട്ടോ. നോക്കിയപ്പോൾ അവർ പറഞ്ഞ കറക്റ്റാണ്. കാരണം അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം നെഗറ്റീവാണ്. ബ്ലഡ് ടെസ്റ്റ് നെഗറ്റീവ്, ഈ MRI നെഗറ്റീവ്, മറ്റേ ECG നെഗറ്റീവ്, എന്ത് ടെസ്റ്റ്, എല്ലാ ടെസ്റ്റും നെഗറ്റീവാണ്. അവർക്ക് പറയത്തക്ക ഒരു അസുഖവും ഇല്ല. പക്ഷേ
എങ്കിലും അവർക്ക് ശരീരം മുഴുവൻ വേദനയാണ്. അവരപ്പോഴും എൻ്റെ അടുത്ത് വന്നിരുന്ന് പറയുന്നത്, മാഡം എനിക്ക് ശരീരം വേദനയാണ്, എൻ്റെ കൈ എനിക്ക് വേദനയാണ്, എൻ്റെ വിരലുകൾ എനിക്ക് അനക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് പക്ഷെ എന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാം, പക്ഷെ എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്, മാഡം ഞങ്ങൾ 4 ഡോക്ടറിനെ മാറി മാറി കാണിച്ചു, എന്നിട്ട് ഇവൾക്കൊരു സമാധാനം ഇല്ല. ഇവൾ പറയുന്നത് ഡോക്ടറിൻ്റെ കുഴപ്പമാണ്, എനിക്ക് അസുഖമുണ്ട്, പക്ഷെ ആ ഡോക്ടർ കണ്ടെത്തുന്നില്ലെന്നാണ് ഇവൾ പറയുന്നത്. ഇങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് വന്ന ആ ഒരു കൗൺസിലിംഗ് സ്റ്റോറിയുടെ തുടക്കം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഇതെന്താ അവസ്ഥയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അതിനു മുമ്പ് എനിക്ക് ഇവരുടെ ബാക്കി കഥ കൂടെ കേട്ടോളൂ. ഞാൻ എന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചു നേരം ഒന്ന് പുറത്തിരിക്കാവോ, ഞാൻ വൈഫുമായിട്ടൊന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ പുറത്തിരിക്കാം, മാറിയിരിക്കാന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് പുറത്തു പോയി. വൈഫ് അതുവരെ, ഈ ഹസ്ബൻഡാണ് വാതുറന്ന് സംസാരിക്കുന്ന ആള് കേട്ടോ. വൈഫ് അതുവരെ വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. അവരാകെ കൂടി വാതുറന്നത് കയ്യിലൊക്കെ വേദന, മാഡം വിരലനക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മുഖവും ഭയങ്കര ഗ്ലൂമിയാണ്, ഒരു ഡിപ്രഷൻ സ്റ്റേജാണ്. അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ അവരോടൊന്ന് തനിച്ച് സംസാരിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഹസ്ബൻഡ് പുറത്തു പോയിട്ട് ഞാൻ അവരോട് ചോദിച്ചു, വീട്ടിൽ ആരൊക്കെയുണ്ട് വേറെ? 3 പെൺകുട്ടികളുണ്ട് മാഡം. പിന്നെ ഹസ്ബൻഡും 3 പെൺകുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ. ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരൊരു വീട്ടിൽ കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരു 3 വീടുകളിൽ പാചകം ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഈ സ്ത്രീക്കുള്ളത്. ഹസ്ബൻഡിൻ്റെ ജോലി ആശാരിപ്പണിയാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, കുട്ടികൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ മൂത്തയാൾ 10ാം ക്ലാസ്, ഇളയാൾ 8ാം ക്ലാസ്, ഏറ്റവും മൂന്നാമത്തെ ആൾ 5ാം ക്ലാസ്, അങ്ങനെ 3 പെൺകുട്ടികളാണ്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ഉറക്കമൊക്കെ എങ്ങനെയുണ്ട്, ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ടോ ചേച്ചിക്ക് എന്ന് ചോദിച്ചു. അപ്പം മാഡം എനിക്ക് ഉറക്കം തീരെ ഇല്ലെന്ന് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞാണ് ഉറക്കം തീരെ ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്? ഞാൻ തികച്ചൊരു 3 മണിക്കൂർ പോലും ഉറങ്ങുന്നില്ല. ഞാൻ ചോദിച്ചു, എപ്പോഴാണ് കിടക്കുന്നത്? ഞാൻ രാത്രി 9 മണിക്ക് കിടക്കും. അത്രയും നേരത്തെ കിടക്കുമോ? അത്രയും നേരത്തെ കിടക്കും. കാരണം രാവിലെ അത്രയും പണികളൊക്കെ, വീടുകളിൽ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ക്ഷീണമായിരിക്കും. പിന്നെ ഞാൻ വീടുകളിൽ നിന്ന് തന്നെ എന്തെങ്കിലും കറിയൊക്കെ എടുത്തുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് വൈകിട്ട് വലിയ ജോലികളൊന്നും ഇല്ല. അതുകൊണ്ട് കഴിവതും നേരത്തെ കിടക്കും ഞാൻ. അപ്പോൾ 9 മണിക്ക് അവർ കിടക്കും. 9 മണിക്ക് കിടന്നാലും ഈ സ്ത്രീ ഉറങ്ങാറില്ല. കാരണം ഇവർക്ക് കാര്യമായിട്ട് ഉറക്കം വരത്തില്ല. ഇവരിങ്ങനെ കണ്ണ് അടച്ച് കിടന്നാലും ഇവർക്ക് നല്ല ബോധമുണ്ട്. പിന്നെ ഇവർ എപ്പോഴും ഉറങ്ങുന്നത് വെച്ചാൽ വെളുപ്പിന് എന്തോ 3ഓ 4ഓ മണിക്കാണ് ഒന്ന് ഉറങ്ങും. പിന്നെ ഒരു 5 മണിയാകുമ്പോൾ ഇവർ എണീക്കുകയും ചെയ്യും. ആ ഒരു 2-3 മണിക്കൂർ ഉറക്കമേ ഇവർക്ക് തികച്ച് കിട്ടുന്നേ ഉള്ളൂ. ഇവർക്ക് ഉറക്കമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമിലി പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇവരെന്നോട് പറഞ്ഞു, മാഡം ഉണ്ട്, എൻ്റെ ഹസ്ബൻഡുമായിട്ട് പ്രശ്നമെന്ന് പറഞ്ഞാൽ മാഡം വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ വഴക്കല്ല. ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡ് ആശാരിപ്പണിയാണ്. ആള് കാലത്ത് ജോലിക്ക് പോകും, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരികയും ചെയ്യും. ആൾ ഈ പറയത്തക്ക മദ്യപാനമോ സിഗരറ്റ് വലി അങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ല. പക്ഷെ ആൾക്ക് ചീട്ടുകളിയുണ്ട്. ആളുടെ ആകെയുള്ള ദുശീലം എന്ന് പറഞ്ഞാൽ ഈ ചീട്ടുകളിയാണ്. അത് വർഷങ്ങളായിട്ട് ആൾ ചെയ്യുന്നുണ്ട്. അപ്പം കിട്ടുന്ന പൈസ മുഴുവനും ആള് ചീട്ട് കളിച്ച് കളയാണ് ചെയ്യുന്നത്. ഇതുവരെ ചീട്ട് കളിച്ചൊരു ഗുണം ആൾക്കുണ്ടായിട്ടില്ല. കയ്യിൽ നിന്ന് പൈസ പോകുന്നതല്ലാണ്ട് ഒരു ഗുണം ആൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പലപ്പോഴും ആളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ചീട്ടുകളി ഒന്ന് നിർത്ത്, നമ്മുടെ കുടുംബം നശിപ്പിക്കാൻ ഇത് വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി എന്ന് പറഞ്ഞിട്ടൊന്നും ആള് ഒരു ശ്രദ്ധ തരുന്നില്ല. ആൾ അതിന് അഡിക്റ്റാണ് മാഡം. ഇങ്ങനെയാണ് അവർ മെയിനായിട്ട് പറയുന്നത്. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് 3 പെൺമക്കളാണ് മാഡം. ഈ 3 പെൺമക്കളെ പഠിപ്പിക്കണമെങ്കിൽ നല്ലൊരു തുകയാവും അവരുടെ ഫീസ് തന്നെ കൊടുക്കാൻ. മാഡത്തിന് അറിയാമല്ലോ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷനും ഒക്കെ ഉള്ളതാണ്. എല്ലാ കുട്ടികളും അഡ്മിഷന് വേണ്ടിയൊക്കെ ഓടി നടക്കും. എൻ്റെ മോള് 10ാം ക്ലാസ്സാണ്, അവൾക്ക് ഇനി പരീക്ഷയാണ്. അപ്പം എനിക്ക് അതൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് അടുത്ത അഡ്മിഷന് വേണ്ടി അവൾക്ക് നോക്കണം. അപ്പം അവൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് അടുത്ത അഡ്മിഷന് പെട്ടെന്നൊക്കെ ഒന്ന് കിട്ടത്തേ ഉള്ളൂ. ഇനി മാർക്ക് കുറവാണെങ്കിൽ എനിക്ക് നല്ല ഫീസ് മുടക്കി തന്നെ അവളെ പഠിപ്പിക്കണം. അപ്പം ഇതെല്ലാം താങ്ങാൻ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പൈസ ചോദിക്കുമ്പം ആൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് എവിടെ നിന്നാ പൈസ, നീ നോക്ക്, ഞാൻ കഷ്ടപ്പെട്ട് ജോലി എടുത്താലും എനിക്ക് കുറച്ച് പൈസയെ കിട്ടുന്നേ ഉള്ളൂ, അത് ഞാൻ ഈ വീട്ടാവശ്യത്തിനും ഒക്കെ ആയിട്ട് ചിലവഴിക്കുകയല്ലേ ചെയ്യുന്നതെന്നാണ് ഹസ്ബൻഡ് ചോദിക്കുന്നത്. അപ്പോൾ വൈഫ് തിരിച്ചു ചോദിക്കും,
നിങ്ങൾ ചീട്ട് കളിക്കുന്ന പൈസ മാറ്റി വെച്ചാൽ തന്നെ നല്ലൊരു എമൗണ്ട് ആവുമല്ലോ, അത് വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ. അപ്പം അദ്ദേഹം പറഞ്ഞത് ചീട്ടുകളി എനിക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം എനിക്ക് ആകെ കൂടിയുള്ള എൻജോയ്മെന്റ് അതാ, നിനക്കറിയാമല്ലോ എന്നൊക്കെയാണ് ഹസ്ബൻഡ് പറഞ്ഞ ന്യായീകരണം എന്നാണ് ഈ വൈഫ് എന്നോട് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ചീട്ടുകളി എത്ര വർഷമായി? ഏകദേശം ഒരു 10-15 വർഷമായിട്ട് ഇയാൾക്ക് ചീട്ടുകളി അഡിക്റ്റാണ്. ഇയാൾ അത്രയും അഡിക്ഷനാണ് ഈ ചീട്ടുകളിക്ക്. അപ്പം വൈഫ് എന്നോട് പറയുന്നത്, ഹസ്ബൻഡ് ഇത്രയും അഡിക്റ്റാണ്, എനിക്ക് 3 പെൺകുട്ടികളുണ്ട്, എനിക്ക് പെൺകുട്ടികളുടെ ഭാവി ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ്, ഇവരുടെ പഠിത്തം എന്താവും, ഇവരുടെ കല്യാണം എന്താവും. കാരണം ഹസ്ബൻഡ് ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും ഇദ്ദേഹം ഇങ്ങനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ ഒരു ലെവലിൽ നിന്ന് മാറുന്നില്ല. ഈ കുട്ടികളെ ഒറ്റയ്ക്ക് ഞാൻ നോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല മാഡം, എനിക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് പറഞ്ഞ് ഈ ലേഡി അങ്ങ് കരയാൻ തുടങ്ങി. ഇവർ ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. കാരണം ഇവര് ചിന്തിക്കുന്ന മുഴുവൻ ഇവരുടെ ഭാവി ആലോചിച്ച. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവർ ഇപ്പോഴത്തെ കാര്യം അല്ല മെയിനായിട്ട് ചിന്തിക്കുന്നത്. കുട്ടിയുടെ പരീക്ഷ കഴിഞ്ഞ് അവര് അഡ്മിഷൻ, അതുപോലെ ഇളയ കുട്ടികളുടെ കാര്യങ്ങൾ, ഇവരുടെ കല്യാണം, ഇങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്ക് മനസ്സിലാവും, ഒരുവിധപ്പെട്ട കേരളത്തിലെ എല്ലാ അമ്മമാരുടെയും മനസ്സിലെ ആശങ്ക തന്നെയാണ് ഇവർ എന്നോട് പങ്കുവെക്കുന്നത്. അതെനിക്ക് മനസ്സിലാവും. നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഇച്ചിരി കൂടെ ഒരു മോഡേൺ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്, ചിന്തകളിലൊക്കെ കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പോഴത്തെ നോക്കിയപ്പോൾ എന്തിനാ ഫ്യൂച്ചർ ചിന്തിക്കുന്നതൊക്കെ ഓർത്ത് കുറച്ചുകൂടെ ബോൾഡായിട്ട് നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സ്ത്രീനെ പോലെയുള്ള ആളുകളാണ് കേരളത്തിലെ മിക്ക അമ്മമാരും. അപ്പം അവർ എന്തായാലും ഈ ഒരു ഭാവി ഒക്കെ പറഞ്ഞ് ഇവർ ആശങ്കപ്പെടാറുള്ളൂ, പ്രത്യേകിച്ച് ഇത്രയും ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു ഹസ്ബൻഡ് കൂടെ ഉള്ളപ്പോൾ. എന്നിട്ടും ആ സ്ത്രീ എന്നോട് പറയുന്നത്, ഹസ്ബൻഡിന് വേറെ ഒരു ദുശീലവും ഇല്ല, അദ്ദേഹം മദ്യപിക്കും വല്ലപ്പോഴും, സിഗരറ്റ് വലിക്കും, അതും വല്ലപ്പോഴും. പക്ഷേ ഈ ചീട്ടുകളി മാത്രമാണ് അദ്ദേഹത്തിന് ആകെ ദുശീലമായിട്ടുള്ളത്. വീട്ടിലേക്ക് അവർ അത്യാവശ്യം സാധനങ്ങളൊക്കെ ആൾ മേടിക്കും, കറണ്ട് ബില്ലടയ്ക്കും, പിന്നെ വെള്ളത്തിൻ്റെ ബില്ല് കൊടുക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാനാണ് മാഡം ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യുന്നതിൽ ഒരു പരാതിയായിട്ട് പോലും ആളോട് പറഞ്ഞിട്ടില്ല. എനിക്കത് ഒരിക്കലും കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, ഇത് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത് എന്നാണ് അവരെന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത്രയും കേട്ടപ്പം എനിക്ക് മനസ്സിലായ കാര്യം, ഈ വൈഫിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഹസ്ബൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാത്രമാണ്. കാരണം ഹസ്ബൻഡിൻ്റെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ചീട്ടുകളി ഇവരുടെ കുടുംബത്തെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുന്നതെന്ന് ഇവർ ആലോചിച്ച് കൂട്ടിയിട്ട് ഇവർക്കിങ്ങനെ ആശങ്ക വരത്തില്ലേ, അനാവശ്യമായിട്ടുള്ളൊരു ആശങ്ക, ആ ഒരു സാധനമാണ് ഈ വൈഫിനുള്ളത്. പക്ഷേ ഞാൻ പറയട്ടെ, ഇതിപ്പം മിക്ക വീടുകളിൽ സംഭവിക്കുന്ന കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, മിക്ക വീടുകളിലുണ്ട് വൈഫായിരിക്കും കുറച്ചുകൂടെ ഒരു ഉത്തരവാദിത്തം ഹസ്ബൻഡിനേക്കാളും. വീട്ടുകാര്യങ്ങളിലും കുട്ടികളുടെ കാര്യത്തിലുമൊക്കെ വൈഫായിരിക്കും ഉത്തരവാദിത്തം. ചില ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അവർ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കത്തില്ല. അവർ അത്യാവശ്യം അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ഒരു റുട്ടീൻ പോലെ. വീട്ടിലേക്കുള്ള അത്യാവശ്യം പാലും പഴവും മേടിച്ചുകൊണ്ട് വരും, പാലും പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വരും, അതുപോലെ കറണ്ട് ബില്ലടയ്ക്കുക, വെള്ളത്തിൻ്റെ ബില്ലടയ്ക്കുക, ബാക്കി ഇത് തന്നെ അവരുടെ റുട്ടീൻ. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇത് മാത്രമാണെന്ന് ഈ പുരുഷന്മാർ ചിന്തിക്കണം. പക്ഷെ വൈഫ് അങ്ങനെയല്ല. അവർ നേരെ തിരിച്ച് എന്തൊക്കെ അവർ കണ്ടും അറിഞ്ഞും ചെയ്യുന്നത്. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, അവരെല്ലാം കണ്ടു അറിഞ്ഞും ചെയ്യും. എന്തൊക്കെ ഇല്ല, എന്തൊക്കെ മേടിക്കണം, ഇതെല്ലാം കണ്ടു അറിഞ്ഞും ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ എക്സ്ട്രാ എഫേർട്ടും കൂടി ഇട്ടാണ് അവരൊരു ഫാമിലി നോക്കുന്നത്. നല്ലതായിട്ട് ചെയ്യുന്ന ഹസ്ബൻഡ്മാരും ഉണ്ട് കേട്ടോ, എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഈ വൈഫിനെക്കാളും കൂടുതൽ നല്ലതായിട്ട് കണ്ടറിഞ്ഞ് ചെയ്യുന്ന പല ഹസ്ബൻഡുമാരുണ്ട്. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാത്ത ഹസ്ബൻഡുമാരുള്ള വീടുകളും ഉണ്ട്. അപ്പം ഇവിടെ മെയിൻ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീക്ക് ഇങ്ങനെ ആശങ്ക കൂടിക്കൂടി ഇവർക്ക് വന്നിരിക്കുന്ന ഒരു മെൻ്റൽ ഡിസോർഡറിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവരിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ഡിസോർഡർ എന്ന് പറഞ്ഞാൽ സൊമാറ്റോഫോം ഡിസോർഡർ എന്ന് പറയും. അതായത് ഇവർ ഈ പറയുന്ന വേദനയില്ല, ഇവർക്ക് കൈവേദനയാണ് കാലുവേദനയാണ്, അത് കള്ളത്തരമല്ല, അത് യഥാർത്ഥത്തിൽ അവർക്ക് അനുഭവപ്പെടുന്നതാണ്. അതായത് മനസ്സിലെ വേദന, മനസ്സിൻ്റെ ആശങ്ക, മനസ്സിൻ്റെ ടെൻഷൻ, സങ്കടം, ഇതെല്ലാം ശരീരത്തിലേക്ക് മാറുന്ന അവസ്ഥേനെയാണ് സൊമാറ്റോഫോം ഡിസോർഡർ എന്ന് സൈക്യാട്രിയിൽ പറയുന്നത്. ഇത് മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അവർക്ക് ഭയങ്കര ടെൻഷൻ കയറി കഴിയുമ്പം, ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങളായിട്ട് അവർക്കിങ്ങനെ ടെൻഷനും ആശങ്കയും ഡിപ്രഷനും എല്ലാം വന്ന് അവർക്ക് നടുവേദന വരും, വയറുവേദന വരും, തലവേദന, സഹിക്കാൻ പറ്റാത്ത തലവേദന വരും, ചിലപ്പം കാലനക്കാൻ പറ്റിയില്ലെന്ന് വരും, കൈ അനക്കാൻ പറ്റിയില്ലെന്ന് വരും. അപ്പം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം റിസൾട്ട് നോർമലായിരിക്കും, മെഡിക്കൽ ടെസ്റ്റിൽ റിസൾട്ട് നോർമലായിരിക്കും. പക്ഷേ
ഇവർക്ക് യഥാർത്ഥത്തിൽ ഈ വേദന ഉണ്ട് എന്നതാണ് സത്യം. ഈ ഡിസോർഡറിനെ സൈക്യാട്രിയിൽ പറഞ്ഞതാണ് സൊമാറ്റോഫോം ഡിസോർഡർ. അപ്പോൾ ഈ വന്ന ഹസ്ബൻഡും വൈഫും വന്നപ്പോൾ അവരുടെ ആ റിസൾട്ട് ഞാൻ മേടിച്ചു നോക്കി എന്ന് പറഞ്ഞില്ലേ, അവർ ഓൾറെഡി സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ടാണ് വന്നത്. സൈക്യാട്രിസ്റ്റ് അതിൽ ഡയഗ്നോസിസ് ആയിട്ട് എഴുതിയിട്ടുള്ളത് സൊമാറ്റോഫോം ഡിസോർഡർ ആണെന്നാണ് ഈ ലേഡിക്ക്. അപ്പോൾ ഇവിടെ അവൾക്ക് സംഭവിച്ചത്, അവൾ ഇത്ര നാൾ അവൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ വരുന്നതെന്ന് ഈ വൈഫ് എവിടെയും ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നില്ല. അപ്പോൾ അത് അവൾ മനസ്സിൽ മൂടിക്കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. ആ ഒരു പേടി, ആ ഒരു സംഘർഷം, ആ ഒരു ആശങ്ക, ഇതെല്ലാം മൂടിക്കെട്ടി വെച്ച് ആ മനസ്സിലെ വേദന ശരീരത്തിലേക്ക് മാറി. ഇതാണ് ഇവൾക്ക് സംഭവിച്ചിരിക്കുന്നത്. സൊമാറ്റോഫോം ഡിസോർഡർ 4 ടൈപ്പ് ഉണ്ട് മെയിനായിട്ടും. അതിലൊന്നാണ് സൊമാറ്റൈസേഷൻ ഡിസോർഡർ. അതായത് പലതരം ശാരീരിക ലക്ഷണങ്ങളാണ് ഈ ഒരു സെഷനിൽ കാണിക്കുന്നത്. പലതരം എന്ന് വെച്ചാൽ ഇവർക്ക് വർഷങ്ങളായിട്ട് തലവേദന, വയറുവേദന, കാലുവേദന, ഗ്യാസ് ട്രബിള്, അങ്ങനെ പല പ്രശ്നങ്ങൾ ഇവർക്ക് മാറി 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 വന്നുകൊണ്ടിരിക്കും പല വർഷങ്ങളായിട്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ വൈഫിന് ഉണ്ടായിരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ വൈഫ് ഉൾപ്പെടുന്നത് സൊമാറ്റൈസേഷൻ ഡിസോർഡറിലാണ് ഈ വൈഫ് ഉൾപ്പെട്ടിരുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ഡിസോർഡർ എന്ന് പറയും. അതായത് ഏതെങ്കിലും ഒരു ശരീരഭാഗം അനങ്ങത്തില്ല. ഈ പ്രശ്നം മാത്രമായിരിക്കും കുറേ നാളുകളായിട്ട് നിൽക്കുന്നത്. അല്ലാതെ ഈ മിക്സഡ് ആയിട്ട് എല്ലാ അസുഖങ്ങളും മിക്സഡ് ആയിട്ട് കിടക്കത്തില്ല. ഏതെങ്കിലും ഒരു പ്രശ്നം, അതായത് ഒന്നെങ്കിൽ കൈ അനങ്ങത്തില്ല, അല്ലെങ്കിൽ കാലനങ്ങത്തില്ല. ഒരു 10-15 മിനിറ്റോളം കൈയൊക്കെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കും, മരവിച്ച പോലെ. നമുക്കിങ്ങനെ സ്വയം പൊക്കാനോ അനക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അവരെന്താ ഓർക്കുന്നത്? ഈ ഒരു ചലനശക്തി നഷ്ടപ്പെട്ടു, ഇതാണ് അവരുടെ ചിന്ത. ചിലപ്പോൾ കാല് തളർന്ന് അവരിങ്ങനെ നിലത്ത് കടന്നേക്കാം, അവർക്ക് എണീക്കാൻ പറ്റത്തില്ല. അവർ മനസ്സിൽ വിചാരിക്കുകയോ എനിക്ക് എണീക്കണം എന്ന് വിചാരിച്ചാൽ പോലും എണീക്കാൻ പറ്റാത്ത അവസ്ഥ. അതാണ് കൺവേർഷൻ ഡിസോർഡറിൽ ഉൾക്കൊള്ളുന്നത്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോകോൺട്രിയാസിസ്. ഈ ഹൈപ്പോകോൺട്രിയാസിസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസോർഡർ. അതായത് എനിക്കെന്തോ മാരക രോഗമാണെന്ന് സ്വയം അങ്ങോട്ട് വിശ്വസിക്കുക. കാരണം ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടും എല്ലാം റിസൾട്ടാണ്, എന്നിട്ടും അവർക്ക് വിശ്വാസം വരുന്നില്ല. അവർ വിചാരിക്കുന്നത് എന്താ, ടെസ്റ്റിംഗ് റിസൾട്ടിൽ എന്തോ തെറ്റ് പറ്റിയതാ, അല്ലെങ്കിൽ ആ സ്കാൻ ചെയ്ത റിപ്പോർട്ടിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയത്, എനിക്ക് എന്തോ അസുഖമുണ്ട്, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ മിസ്റ്റേക്കാണ്, ആ ഡോക്ടർ ശരിയല്ല, വേറെ ഡോക്ടറിനെ കാണാം, എങ്ങനെ പറഞ്ഞിട്ട് കുറേ ഡോക്ടേഴ്സിനെ, ഏകദേശം ഒരു 10-15 ഡോക്ടേഴ്സിനെങ്കിലും അവർ മിനിമം കണ്ടിരിക്കും. എന്നിട്ട് അവർ സ്വയം വിശ്വസിക്കും. ഇത്രയും ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഒരു അസുഖവും ഇല്ലെന്ന് പറഞ്ഞാലും സ്വയം വിശ്വസിക്കും, എനിക്ക് എന്തോ മാരകമായ അസുഖമാണ്, ഇത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ സ്വയം വിശ്വസിക്കുന്നതിനെയാണ് ഹൈപ്പോകോൺട്രിയാസിസ് എന്ന് പറയുന്നത്. നാലാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പെയിൻ ഡിസോർഡർ. അതായത് അവർക്ക് ബോഡി പെയിൻ ആയിരിക്കും, എപ്പോഴും ബോഡി പെയിൻ ആയിരിക്കും. ഈ 4 ടൈപ്പാണ് സൊമാറ്റോഫോം ഡിസോർഡറിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ സ്ത്രീക്ക് എന്ത് പ്രശ്നമായിരുന്നു? സൊമാറ്റോഫോം ഡിസോർഡറിൽ പെട്ട ഒരു സ്ത്രീയാണ് ഇത്. കാരണം അവരുടെ മനസ്സിൻ്റെ വേദന ശരീരത്തിലേക്ക് മാറി അവർക്ക് ഈ മെൻ്റലി ഈ ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഹസ്ബൻഡ് സ്ഥിരം ചീട്ടുകളിയാന്ന് പറഞ്ഞില്ലേ, 10-15 വർഷമായിട്ട് അദ്ദേഹം ചീട്ടുകളിക്ക് അഡിക്റ്റാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതും ഒരു ഡിസോർഡറാണ്. അത് പത്തോളജിക്കൽ ഗാംബ്ലിംഗ് എന്ന് പറയും. ഇത് സൈക്യാട്രിയിൽ ഒരു മെയിൻ ഡിസോർഡറാണ്. ഇതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് പറയുന്നില്ല. അടുത്ത വീഡിയോയിൽ ഞാനിങ്ങനെ ഒരു കേസ് റിലേറ്റഡ് ആയി സംസാരിക്കുമ്പോൾ അതെന്താണെന്ന് ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ ഈ ഒരു കേസിൽ ഈ സ്ത്രീക്ക് ഉള്ള അസുഖം എന്ന് പറഞ്ഞാൽ സൊമാറ്റോഫോം ഡിസോർഡറാണ്. ഇത് കഴിഞ്ഞ് ഞാൻ ആ ഹസ്ബൻഡിനെ വൈഫിനെ ഒരുമിച്ചിരുത്തി കേട്ടോ. ഹസ്ബൻഡിനോട് ഞാൻ തുറന്നു പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് ഞാൻ പറയുമ്പോഴാണ് അദ്ദേഹം അറിയുന്നത്, ഓ എൻ്റെ വൈഫിൻ്റെ യഥാർത്ഥ പ്രശ്നം ഇതാണല്ലേ എന്ന്. കാരണം ഹസ്ബൻഡ് പറയുന്നുണ്ട്, ഇവളെന്നോട് എപ്പോഴും പറയും ചീട്ടുകളി നിർത്ത്, പക്ഷെ മാഡം അതൊരു ഗെയിം അല്ലേ, അതത്ര മോശമൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ഗെയിം ആണെങ്കിലും നിങ്ങളുടെ പൈസ പോകുന്നില്ലേ, നിങ്ങളുടെ നല്ലൊരു എമൗണ്ട് പോകുന്നില്ലേ? ഞാൻ ചോദിച്ചു, ഒരു ദിവസം എത്ര എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്? ആള് പറഞ്ഞത് ഒരു 1000 രൂപ മിനിമം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെന്നാണ് ആൾ പറയുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, 1000 രൂപ മിനിമം അയാൾ കളഞ്ഞെങ്കിൽ ഒരു മാസം ഏകദേശം 30,000 രൂപയാണ് അയാളുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ 30,000 രൂപയ്ക്ക് എന്തൊക്കെ ചെയ്യാം? ഇത് തന്നെയാണ് ഈ വൈഫ് ഇദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിക്കുന്നത്. പക്ഷെ വൈഫ് ചോദിക്കുമ്പോൾ ഇദ്ദേഹം അത്ര കാര്യമായിട്ട് എടുക്കത്തില്ല, അങ്ങ് ലൂസാക്കി വിടും. ഞാനതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പം അയാൾക്ക് അത് മനസ്സിലായി, കറക്റ്റ് അത് കാര്യം മനസ്സിലാവുന്നുണ്ട് ആൾക്ക്. അതെന്തായാലും വലിയ ദൈവാനുഗ്രഹം കേട്ടോ. പലർക്കും അങ്ങനെ പറഞ്ഞു കൊടുത്തൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ ഇദ്ദേഹം ഭാര്യയോട് സ്നേഹമുണ്ട്. ഭാര്യ ഇത് തന്നെയാണ് പറയുന്നത്,
എൻ്റെ ഹസ്ബൻഡ് എന്നോട് സ്നേഹമുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പോലും ആളെന്നെ പൊന്നുപോലെ നോക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ഈ ഒരു ആളുടെ ഈ ഒരു ദുശീലമാണ് എനിക്ക് മാറ്റാൻ സാധിക്കാത്തത്. അപ്പം ഞാൻ കൂടെ ഈ ഒരു ദുശീലത്തെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളിത് ഇപ്പോഴും മാറ്റിയില്ലെങ്കിൽ ഇത് അടുത്ത ട്രീറ്റ്മെൻറ്റ് വേണ്ട കാര്യമാണ്, നിങ്ങൾ പിന്നെ മരുന്ന് കഴിക്കേണ്ടി വരും ഇത് മാറാൻ വേണ്ടി. അത് അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊന്നും കടക്കാതിരിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അദ്ദേഹം കുറേയൊക്കെ വൈഫായിട്ട് സംസാരിച്ചു, ഞാൻ ഇനി മാക്സിമം ശ്രമിക്കാം, ഇനി പോവാതിരിക്കാം, എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ ആൾ ഓപ്പണായിട്ട് പറഞ്ഞു. പിന്നെ ഞാൻ രണ്ടുപേരോടും സംസാരിച്ചു കേട്ടോ. വൈഫിന് ഞാൻ സ്പെഷ്യൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു. കാരണം ഈ ഒരു സൊമാറ്റോഫോം ഡിസോർഡർ മാറണമെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കൗൺസിലിംഗ് ആണ്. കൗൺസിലിങ്ങിലൂടെ മാത്രമേ അവരുടെ ഒരു മൈൻഡ് നേരെയാക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഈ ഒരു സ്ട്രെസ്, ഈ ഒരു ആൻസൈറ്റി, അവരുടെ ഉള്ളിലെ ആശങ്കയൊക്കെ മാറ്റണമെങ്കിൽ പ്രോപ്പർ കൗൺസിലിങ്ങിലൂടെ നടക്കത്തേ ഉള്ളൂ. അതാണ് ഞാൻ പിന്നെ കണ്ടിന്യൂസ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ CBT ഉണ്ട്. CBT എന്ന് പറഞ്ഞാൽ കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ എന്തൊക്കെയാണോ അതൊക്കെ മാറ്റി നമ്മൾ പോസിറ്റീവ് ചിന്തകളാക്കി എടുക്കുക. അതാണ് CBT എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ 2 ട്രീറ്റ്മെൻറ്റാണ് മെയിനായിട്ടും അവർക്ക് കൊടുത്തത് കേട്ടോ. ആ ഒരു കൗൺസിലിംഗ് ആണ് അവർക്ക് കൊടുത്തത്. അങ്ങനെ ഒരു 3 ഫോളോ അപ്പ് ഞാൻ എടുത്തു. 3 ഫോളോ അപ്പ് കഴിഞ്ഞപ്പോഴേക്കും അവർ കുറേയൊക്കെ ഒന്ന് എനർജറ്റിക്കായി, നല്ല ഹാപ്പിയായി, കുറേ എനർജറ്റിക്കായി. അവർ പറഞ്ഞു, മാഡം ഇപ്പം ഞാൻ ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നില്ല, അതൊക്കെ അങ്ങനെ ഒരു ചിന്ത വന്നാൽ അത് മാറ്റാനുള്ള ടെക്നിക്കൊക്കെ ഞാൻ ഇപ്പോൾ പഠിച്ചു. അങ്ങനെ സ്വയം അവർ കുറേ ഉയർന്ന് വന്നു, അവരുടെ ആ അവസ്ഥയിൽ നിന്ന് അവർ കുറേ മാറി. പിന്നെ അവർക്ക് മരുന്ന് ആവശ്യമെങ്കിൽ മാത്രം സൈക്യാട്രിസ്റ്റ് അവർക്ക് മരുന്ന് റെഫർ ചെയ്യും. പക്ഷേ അവരുടെ റിപ്പോർട്ടിൽ മരുന്നൊന്നും പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല. അവർ ഉറങ്ങാനുള്ള മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉറക്കത്തിനുള്ള, കാരണം എന്തൊരു മനസ്സിന് എന്ത് വേദന വന്നാലും നമ്മൾ നല്ലൊരു ഉറക്കം ഉണ്ടായാൽ നമ്മുടെ പല പ്രശ്നങ്ങളും മാറുന്ന ഉറക്കം എന്ന് പറഞ്ഞാൽ നല്ലൊരു മരുന്നാണ്. അപ്പോൾ അവർക്ക് ഉറങ്ങാനുള്ളൊരു മരുന്നിൻ്റെ ഇത് മാത്രമാണ് എഴുതിയേക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. വേറൊന്നും അങ്ങനെ കാര്യമായിട്ട് മെഡിസിൻ ഒന്നും എഴുതിയിട്ടില്ല. കാരണം അവർ അങ്ങനെ ഒരു വലിയ സിവിയർ സിറ്റുവേഷനിലേക്കും പോയിട്ടില്ല ഇതുവരെ. പിന്നെ ബാക്കി കൗൺസിലിങ്ങിലൂടെ അവരെ നേരെയാക്കിയായിരുന്നു ചെയ്തത്. ഹസ്ബൻഡിൻ്റെ ചീട്ടുകളിയും ഏറെക്കുറെയൊക്കെ കുറഞ്ഞു കേട്ടോ. അവർ പതിയെ അദ്ദേഹം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പതിയെ ആ അവസ്ഥയിൽ നിന്ന് മാറാൻ തുടങ്ങി. കാരണം എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഈ ഇത്രയും പൈസ ചിലവായി പോകുന്നു എന്നൊരു ബോധ്യമൊക്കെ ആൾക്ക് സ്വയം തോന്നിയത്. അങ്ങനെ ആളും അത് പതുക്കെ നിർത്താം എന്നൊക്കെ വാക്ക് തന്നു. പതുക്കെ പിന്നെ ഫോളോ അപ്പിന് വന്നപ്പോൾ അത് കുറയുന്നുണ്ട്. എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്ന ആളിപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും പോകുന്നില്ല എന്നൊക്കെയാണ് എന്നോട് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ആ ലേഡിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതാണ് എൻ്റെ ഈ ഒരു കൗൺസിലിംഗ് സ്റ്റോറി കേട്ടോ. ഇത് മിക്ക സ്ത്രീകൾക്കും ഇത് കണക്റ്റഡ് ആയിരിക്കും, മിക്ക അമ്മമാർക്കും. കാരണം ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു അസുഖം. പുരുഷന്മാരിലും ഉണ്ട് ഈ ഒരു അസുഖം, പക്ഷേ കമ്പാരിറ്റീവ്ലി കൂടുതലും മജോറിറ്റി സ്ത്രീകളാണ് ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നം അനുഭവിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വയം ചിന്തിക്കുക. വെറുതെ ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ശരീരം കളയേണ്ട കാര്യമില്ല. കറക്റ്റായിട്ടുള്ളൊരു പരിഹാരം നിങ്ങൾ എടുക്കുക. കൗൺസിലിംഗ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു കൗൺസിലറെ സമീപിക്കുക. നിങ്ങൾ പ്രോപ്പർ കൗൺസിലിംഗ് എടുക്കുക. നമ്മൾ ഒരു പനി വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി പാരസെറ്റമോൾ കഴിക്കുന്ന പോലെ തന്നെയാണ് നമുക്കൊരു മനസ്സിനൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഒക്കെ കണ്ട് നമുക്ക് സംസാരിക്കാം, നമുക്ക് കൺസൾട്ട് ചെയ്യാം. അവർ തരുന്ന മരുന്ന് നമുക്ക് കഴിക്കാം. നമ്മുടെ മനസ്സ് ഓക്കെ ആക്കി എടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയും കൂടെയാണ്. ഇതാണ് ഇന്നത്തെ കൗൺസിലിംഗ് സ്റ്റോറിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.